ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ മഹാദേവൻ്റെയും ശ്രീ പാർവതീ ദേവിയുടെയും വിവാഹ കഥ ഇന്ന് ഇട്ടിരുന്നു. എല്ലാവരും അത് കേൾക്കണം, അഭിപ്രായങ്ങൾ പറയണം. വളരെ വിശേഷപ്പെട്ട കഥയാണ്. അതുപോലെ ഇന്നലെ നമ്മളൊരു കഥ ഇട്ടിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥയാണ്. അതായത് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അത് കേൾക്കുക. അപ്പോൾ നമ്മുടെ പല പല സംശയങ്ങളും മാറിക്കിട്ടും. ഇനി നവരാത്രി 8-ാം ദിവസം അന്ന് മഹാദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്ന രൂപം മഹാഗൗരി. നമ്മൾ കഥ പറഞ്ഞിരുന്നു. എന്താണ് ആ കഥ പറഞ്ഞത്? പാർവതീദേവി ഭഗവാനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി ഘോരമായ തപസ്സിലാണ് ഏർപ്പെട്ടത്. അങ്ങനെ ഏറെ നാൾ നീണ്ടുനിന്ന ആ ഘോരമായ തപസ്സിൻ്റെ ഫലമായി ദേവിയുടെ ശരീരം കറുത്തുപോയി. ദേവി വളരെയധികം ക്ഷീണിച്ചു. അവസാനം ദേവിയുടെ തപസ്സിൽ പ്രസന്നനായ ഭഗവാൻ മഹാദേവൻ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വിവാഹം കഴിക്കാം എന്ന് ദേവിയോട് ഉറപ്പു നൽകുന്നു. അതിനുശേഷം മഹാദേവിയെ ഗംഗാജലത്താൽ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ പാർവതീദേവിയുടെ ആ കറുത്ത നിറം മാറുകയും ആ സ്ഥാനത്ത് അതീവ ശോഭയുള്ള വെളുത്ത നിറം കൈവരികയും ചെയ്തു. അതുകൊണ്ട് ദേവിക്ക് മഹാഗൗരി എന്ന പേര് ലഭിച്ചു. ദേവിയുടെ ശരീരം വെളുത്തു, പ്രകാശം പൊഴിക്കുന്നത് പോലെയായി. ആ രൂപത്തിൽ ദേവിയെ ദർശിക്കുമ്പോൾ ഭക്തർ ദേവിയെ മഹാഗൗരി എന്ന് വിളിക്കുന്നു. സ്വർണവും വെളുപ്പും ചേർന്ന നിറമാണ് മഹാഗൗരി ഭാവത്തിൽ ഉള്ളത്. വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാലയും വെള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് വെളുത്ത നിറത്തിലുള്ള കാളമേൽ സ്ഥിതി ചെയ്യുന്നതാണ് ദേവിയുടെ ഭാവം. മഹാഗൗരിയുടെയും ശൈലപുത്രിയുടെയും വാഹനം കാളയാണ്. അതിനാൽ ദേവിമാരെ വൃഷഭാരൂഢ എന്നും അറിയപ്പെടുന്നു. മഹാഗൗരി ചതുർഭുജ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേവിയുടെ ഒരു വലതു കൈയിൽ തൃശൂലവും മറ്റേ വലതു കൈ അഭയമുദ്രാ രൂപത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടതു കൈയിൽ ദംരു പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഇടതുകൈ വരദമുദ്രയാണ് കാണിച്ചിരിക്കുന്നത്. പേരുപോലെ തന്നെ മഹാഗൗരി ദേവി വളരെ സുന്ദരിയാണ്. മഹാഗൗരി ദേവിയുടെ സുന്ദരമായ നിറം കാരണം ദേവിയെ കുണ്ടിലെ ശംഖ്, ചന്ദ്രൻ, വെളുത്ത പുഷ്പം എന്നിവയുമായി താരതമ്യം ചെയ്യുന്നു. ദേവി വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. ഇക്കാരണത്താൽ ദേവിയെ ശ്വേതാംബരധര എന്ന് വിളിക്കുന്നു. രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങളാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. ദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രം ഓം ദേവീം മഹാഗൗരിയേ നമഃ, ഓം ദേവീം മഹാഗൗരിയേ നമഃ, ഓം ദേവീം മഹാഗൗരിയേ നമഃ എന്ന് രാവിലെയും സന്ധ്യയ്ക്കും 108 തവണ ജപിക്കുക. നവരാത്രി 8-ാം ദിവസം 2024 ഒക്ടോബർ 10 വ്യാഴാഴ്ച. അന്ന് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം പിങ്ക്. പിങ്ക് നിറം സാർവത്രിക സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. പിങ്ക് നിറം വളരെ ആകർഷകമായ ഒരു നിറമാണ്.
അത് സ്വന്തം വ്യക്തിത്വത്തെ ആകർഷിപ്പിക്കുന്നു. ഇതാണ് നിറത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. മഹാഗൗരിക്ക് പ്രസാദമായി സമർപ്പിക്കേണ്ടത് തേങ്ങയാണ്, നാളികേരം. നാളികേരം സമർപ്പിച്ച് മഹാഗൗരിയെ പ്രാർത്ഥിച്ചാൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവന് സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തി നേടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ഭൗതിക സുഖങ്ങൾ അവന് ആസ്വദിക്കാനുള്ള ഭാഗ്യം കൈവരുമെന്നും പറയുന്നു. തേങ്ങ അതിൻ്റെ തനതായ രൂപത്തിലോ അതല്ലെങ്കിൽ പലഹാരങ്ങളായോ ദേവിക്ക് സമർപ്പിക്കാം. ഒരു തേങ്ങ രണ്ടായി മുറിച്ച് തേങ്ങാമുറിയായിട്ട് സമർപ്പിക്കാം. അതല്ലെങ്കിൽ തേങ്ങ കൊണ്ട് മറ്റെന്തെങ്കിലും മധുര പലഹാരങ്ങളോ എന്തെങ്കിലും പലഹാരങ്ങളോ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാം. രാത്രിയിൽ വിടരുന്ന പൂക്കൾ ദേവിക്ക് വലിയ ഇഷ്ടമാണ്. അതിൽ തന്നെ അടുക്ക് മുല്ല ദേവിക്ക് വലിയ ഇഷ്ടമാണ്. മുല്ലപ്പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന നടത്താം. അതിൽ തന്നെ അടുക്കുമുല്ലയാണെങ്കിൽ ഒന്നും കൂടെ ദേവിക്ക് പ്രിയങ്കരം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി നവരാത്രി 8-ാം ദിവസം ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.